ഒരു മാസത്തിലധികമായി നമ്മൾ ഈ ക്ലാസ്സുകൾ നിർത്തിവെച്ച് റമദാനിന്റെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അത് കഴിഞ്ഞു 2-3 ആഴ്ചയായി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഇൻഷാ അല്ലാ സൂറത്തു നബ നമ്മൾ ഇതുവരെ എടുത്ത അത്രയും ഭാഗം ഒന്ന് കൂടെ വായിക്കാം. നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابسين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. സഹോദരങ്ങളെ, ഇവിടം വരെ എത്തിയെന്നാണ് എന്റെ ഓർമ്മ. ഏതായിരുന്നാലും നമ്മള് പഠിച്ചതിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, സ്വർഗത്തെ കുറിച്ച് നമ്മൾ പറയാനിരിക്കുന്നേ ഉള്ളൂ. ഈ സൂറത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബൂവത്തിനെ കുറിച്ച് ഒരു രൂപം ഇങ്ങനെ പറഞ്ഞു തന്ന് പരലോകത്തെ എങ്ങനെ ഉറപ്പിക്കാം, അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറയാൻ 10 പ്രസ്താവനകൾ പറഞ്ഞന്ന് ആ പ്രസ്താവനകൾ എത്ര കണ്ട് സത്യമാണോ അത്രയും സത്യമാണ് നമ്മൾ മരിക്കുമെന്നും നമ്മളുടെ പുനർജന്മം ഉണ്ടാകുമെന്നും. അതുകൊണ്ട് തന്നെ അതൊക്കെ സമയം നിശ്ചയിക്കപ്പെട്ട സംഗതികളാണ്. സമയം നിശ്ചയിക്കപ്പെട്ടത് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് ഏതാ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തണം കേട്ടോ. ഞാൻ ചോദ്യം വേറെ ചോദിച്ചേ. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോയത് കൂട്ടം കൂട്ടമായാണ് ആ സമയത്ത് ആകാശത്തിന് സംഭവിക്കുന്നത്, ഭൂമിക്ക് സംഭവിക്കുന്നതെല്ലാം പറഞ്ഞു തന്നിട്ട് നരകം പറഞ്ഞു തന്നു പടച്ചോൻ. നരകത്തിന്റെ സ്വഭാവം അത് മിർസ്വാദാണ്. അതാരുടെ സങ്കേതമാണ് എന്നതാണ് ത്വാഗീങ്ങൾക്കുള്ളതാണ്. അവരെത്ര കാലമാണ് അതിൽ കിടക്കുക എന്നതും പറഞ്ഞു തന്നു. അവർ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ. ഞാൻ പറഞ്ഞു തന്ന വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്ന് ലാ യദൂഖൂന, അവർ ആസ്വദിക്കൂല,
ഫീഹ അവിടെ വെച്ച് ബർദൻ ഒരു തണുപ്പോ വല ശരാബൻ ഒരു പാനീയമോ ആസ്വദിക്കൂല, അനുഭവിക്കൂല എന്ന് പറഞ്ഞു, രുചിക്കൂല എന്ന് പറഞ്ഞു. ഒരു വാക്കിന് കൂടി ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നിരുന്നു. ദാക്ക ആസ്വദിക്കുക എന്ന് പറഞ്ഞ പദത്തിന്റെ കൂടെ ബർദ് എന്ന വാക്ക് ചേർന്ന് വന്നാൽ അതിനൊരു ആശയം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ അതൊരു ചോദ്യമായിട്ട് ചോദിക്കേണ്ടതാണ്. ഏതായാലും നിങ്ങളൊന്ന് അത് ആലോചിക്കുക. അത് ചോദ്യമായിട്ട് അവിടെ ഇരിക്കട്ടെ. ആ ചോദ്യത്തിന് ആര് മറുപടി പറഞ്ഞു തരുന്നുവോ അവർക്ക് ഇൻഷാ അള്ളാ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ നോട്ട് ചെയ്തു വെക്കണം. ഇത് എന്റെ ഒരു അമാനത്ത് എന്ന നിലയിൽ ഞാൻ പറയുന്നു. ആ പറഞ്ഞു തരുന്ന ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികം ഇൻഷാ അള്ളാ ഞാൻ വ്യക്തിപരമായി അത് നൽകിയിരിക്കും. അത് എന്റെ PM-ൽ നിങ്ങളൊന്ന് അയച്ചു തരണം. അതിനെ ആസ്വദിക്കുക എന്ന അർത്ഥത്തിന്റെ കൂടെ ഞാനൊരു അർത്ഥം കൂടി പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുള്ളവര് അതൊന്ന് അറിയിച്ചു തരണം. പക്ഷെ അതിപ്പം പറഞ്ഞാൽ നമുക്ക് ഈ അടുത്ത ആശയത്തേക്ക് വളരെ എളുപ്പമാകും. അത് എന്നാൽ അത് പറയണില്ല. ഇല്ലാ ഹമീമൻ ബുഗസാക്ക ജസാഅം വിഫാക്ക. എന്തുകൊണ്ടാണ് ത്വാഗീങ്ങൾക്ക് ഈ നരകം കിട്ടാൻ കാരണം? ഇവര് തുകയാനീയങ്ങള് അഥവാ അതിക്രമകാരികൾ, തെമ്മാടികൾ, ധിക്കാരികളായി തീരാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ. നിങ്ങൾ ഓർക്കുന്നില്ലേ അർത്ഥം? ഇന്നഹും നിശ്ചയം അവർ, കാനു അവരായിരുന്നു, ലാ യർജൂന അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, ഹിസാബൻ ഒരു കണക്കെടുപ്പ്. അല്ലെ? അവര് നമ്മളുടെ വിചാരണയെക്കുറിച്ച് വിചാരമേതുമില്ലാത്തവരായിട്ടാണ് അവർ ജീവിച്ചത്. അടുത്ത ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞു തന്നിട്ട് നമുക്കിത് കൺക്ലൂഷൻ നടത്താട്ടോ. നിങ്ങൾ എന്റെ കൂടെ 2 വട്ടം ഓതൂ. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബാ. വായിക്കും. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. എല്ലാരും ആ 3 ആയത്തൊന്ന് വായിക്കും. വകദ്ദബൂ. നിങ്ങൾ ഓതിക്കോളൂ കേട്ടോ, ഒന്ന് ഉറക്കെ ഓതി. വകദ്ദബൂ. وكذبوا بآياتنا كذابا وكل شيء ഓതിക്കോളൂ, എല്ലാരും വായിക്കും. وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. ഓക്കെ, ഞാൻ അർത്ഥം പറയണ ശ്രദ്ധിക്കണേ. 2 കാരണങ്ങളാണ് അവര് ഇത്ര ധിക്കാരികളാകാൻ കാരണം. ഒന്ന്, അവര് വിചാരണയെ കുറിച്ചുള്ള വിചാരമേ അവർക്ക് ഉണ്ടായിരുന്നില്ല. 2, വകദ്ദബൂ അവര് നിഷേധിച്ച് തള്ളി, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. ആയത്തുൻ അതിന്റെ ബഹുവചനമാണ് ആയാത്തുൻ. കേട്ടോ, ആയത്തുൻ. ഇത് നിങ്ങൾ എഴുതുകയാണെങ്കിലും വളരെ നന്നായി. ആയത്തുൻ, ആയത്ത്, ദൃഷ്ടാന്തം. ആയാത്തുൻ അതിന്റെ ബഹുവചനാണ് ആയാത്തുൻ, ദൃഷ്ടാന്തങ്ങൾ. ആയാത്തുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, കിദ്ദാബൻ ഒരൊറ്റ കളവാക്കൽ. ഈ കിദ്ദാബ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുക, ഇതൊരു ഭാഷയുടെ ഒരു പ്രത്യേക ശൈലിയാണ്. ഇവിടെ കദ്ദബു എന്ന വാക്കാണ് ക്രിയ. ആ ക്രിയയുടെ ധാതുവാണ് അറബിയിൽ നമ്മളതിന് മസ്തർ എന്നാണ് പറയാ. മസ്തറാണ് കിദ്ദാബ്. ഒരേ വാചകത്തിൽ ഒരു ക്രിയ പറയുകയും
ആ ക്രിയയുടെ മസ്തർ തന്നെ അവിടെ ഉപയോഗിക്കുക ചെയ്യുന്നത് അവിടെ പറയുന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഒന്ന് നോട്ട് ചെയ്യണേ. ഒരു വാചകത്തിൽ ഒരു ജുംല എന്ന് പറയുമല്ലോ, നമ്മളൊരു വാചകം എന്ന് പറയുന്നത്, ഒരു ജുംലയില് ഉപയോഗിക്കുന്ന ക്രിയയുടെ മസ്തർ തന്നെ വീണ്ടും ഉപയോഗിച്ചാൽ അവിടെ പറയുന്ന ആ ക്രിയയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ആ വാക്ക് ഉപയോഗിക്കാന്നാണ്. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഒരു തല്ല് തരിക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമല്ലോ. ആ ഒറ്റ എന്നുള്ളത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? കൊടുക്കുന്ന അടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പറയുന്ന വാക്കിന്, അല്ലേ? എന്നതുപോലെയാണ് കദ്ദബൂ കിദ്ദാബൻ എന്ന് പറഞ്ഞാൽ നിശേഷം തള്ളിക്കളഞ്ഞു എന്നാണ്. നിശേഷം തള്ളിക്കളഞ്ഞു. അപ്പൊ വകദ്ദബൂ ബിആയാതിന കിദ്ദാബ, നമ്മുടെ സൂക്തങ്ങളെ അവര് ശക്തമായി തള്ളിക്കളഞ്ഞു. അതാണ് അവര് ചെയ്തത്. അപ്പൊ നരകം കിട്ടാൻ, ധിക്കാരികളായി തീരാൻ ഉള്ള രണ്ട് കാരണം: ഒന്ന് വിചാരണയെ സംബന്ധിച്ചുള്ള വിചാരമില്ല, പിന്നെ വന്നു കിട്ടിയ ജീവിതത്തില് അവർക്ക് വന്നു കിട്ടിയ എല്ലാ അടയാളങ്ങളെയും ആയത്തുകളെയും അവര് നിശേഷം തള്ളിക്കളഞ്ഞു. എന്നിട്ടോ അപ്പൊ അള്ളാഹ് അവരോട് പറയാണ്, വകുല്ല ഷൈഇൻ, എല്ലാ ആയത്തുകളും, അല്ലട്ടോ, വകുല്ല ഷൈഇൻ, കുല്ലുൻ എല്ലാം, ഷൈഉൻ വസ്തു, കാര്യം. അപ്പൊ വകുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളെയും, അഹ്സൈനാഹു കിതാബൻ. അഹ്സ, ഇതിന്റെ മുകളിൽ എവിടെയോ ഒരു അഹ്സ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ ഓർക്കുന്നത്, ഈ പിന്നെ നമ്മള് കാക്കനാട് എവിടെ വെച്ച് നമ്മൾ ഒരു അഹ്സ പഠിച്ചതായിട്ട് ഒരു മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട്. ഏതായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. അഹ്സ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി വെക്കുക, കേട്ടോ. അഹ്സ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, രേഖപ്പെടുത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഹ്സൈന, നാം രേഖപ്പെടുത്തും, നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും, അഹ്സൈന, നാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹു, ആ കാര്യങ്ങൾ, കേട്ടോ. ആ ഷെയ്യിൽക്കാണ് അത് മടങ്ങുന്നത്. അക്കാര്യങ്ങളെ നമ്മൾ എഴുതി കിതാബൻ, എങ്ങനെ? കൃത്യമായി എഴുതി രേഖപ്പെടുത്തുക. കിതാബ് എഴുത്ത് എന്നാണ്. അപ്പൊ എല്ലാ കാര്യവും നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു. അതാണ് അവിടെ അർത്ഥം വെച്ചിരിക്കുന്നത്. നോക്കിയേ, എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫദൂഖു, നേരത്തെ നമ്മൾ എഴുതിയത് ദാഖ, രുചിച്ചു, അല്ലെ, അനുഭവിച്ചു. അതിന്റെ കൽപ്പനാനാമമാണ് ദുഖ് എന്നാണ്, കേട്ടോ. ദുഖ്. ഇനി ആ ദുഖ് എന്ന് പറയുന്നത് ഏകവചനാണ്. നീ രുചിക്ക്, അന്നുണ്ടായ വാക്കാണ് ദൂഖൂ. നിങ്ങൾ രുചിച്ചോളൂ, നിങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾ ആസ്വദിച്ചോളൂ. ഫദൂഖു, ആകയാൽ അപ്പോൾ അനുഭവിച്ചോളൂ. ലൻ നസീദക്കും, ലൻ എന്ന് പറഞ്ഞാല് ഇല്ല എന്നാണ് വാക്കിനർത്ഥം. അത് നമ്മളൊരു ക്ലാസ്സിൽ ഈ ലൻ എന്ന് വന്നാൽ ഭാവിയിലേക്ക് ചേർത്തി പറയേണ്ട വാക്കാണ്. ഞാൻ നിങ്ങളെ ഇതിലത്തെ കുറച്ച് ആൾക്കാരെങ്കിലും ഞാൻ ആ വാക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓഫ് ലൈൻ ക്ലാസ് കിട്ടുന്ന സമയത്ത് ഞാനത് പറഞ്ഞു തരണ്ട്. ലൻ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ല എന്നാണ്. ലം എന്ന് പറഞ്ഞാലും ഇല്ല എന്നാണ്, കേട്ടോ. ലം എന്ന് പറഞ്ഞാൽ ഇല്ല, ലെൻ എന്ന് പറഞ്ഞാലും ഇല്ല. പക്ഷെ ലെൻ എന്ന് പറയുന്ന ഇല്ല എവിടേക്കേ ഉപയോഗിക്കുള്ളൂ? future.
നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇല്ല അദാബൻ ഇല്ല അല്ലാതെ അപ്പൊ നിങ്ങൾ നോക്ക്, ആ വാചകത്തിന്റെ ഘടനകളുടെ കൂടെ നന്നായി വരണം കേട്ടോ. ഇല്ല അദാബൻ ശിക്ഷയ. സൗണ്ട് ഉണ്ടോ? അത് കേൾക്കണില്ല. അല്ലാതെ നിങ്ങൾ ഭാഷയില് പലപ്പോഴും ഇടയ്ക്ക് നമ്മൾ കട്ട് പഠിച്ചിട്ടുണ്ട്. ഇല്ല ഉണ്ട്, എങ്ങനെ ഇടയ്ക്ക് കേൾക്കുന്നില്ല. ഹലോ ഇടക്ക് ഹലോ കട്ടായി പറയേ എന്തേ സൗണ്ട് കട്ടായി പോണ്ട്, പല കാര്യങ്ങളും കേൾക്കണില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ? കേട്ടു, ഓക്കെ. ഭാഷയില് ഇല്ലാതെ പ്ലസ് ഇല്ല സമം എന്താ വരിക? ഉണ്ട് എന്നാണ് വരിക കേട്ടോ. ഒന്നുകൂടി നോക്കണേ. ഇല്ലാതെ പ്ലസ് ഇല്ല സമം ഉണ്ട്, അതാണ് അവിടെ. ലൻ എന്ന് പറഞ്ഞ ഇല്ല, പ്ലസ് ഇല്ല എന്ന അറബി വാക്കിന്റെ അർത്ഥം ഇല്ലാതെ. ഇല്ലാതെ പ്ലസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എങ്ങനെ അർത്ഥം പറഞ്ഞത്? ശിക്ഷയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ഏറ്റിത്തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ. ഹലോ, ഇടയിൽ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്, എന്താണ് സംഗതി? സംശയങ്ങൾ എന്തെങ്കിലും ആണോ? ക്ലാസ് തുടങ്ങിക്കോളൂ അല്ലേ? ഇടക്ക് ആ റേഞ്ച് കട്ടായ കാര്യം മാത്രം അവർ പറഞ്ഞോളൂ. ഇനി അതെ, വേറെ അതെ. പ്രശ്നങ്ങളും തോന്നുന്നു. ആ. അതെനിക്ക് വേറെ ഏതെങ്കിലും ഇത് ഓൺ ആവുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. ഓക്കെ. ഇല്ലാതെ പ്ലസ് ഇല്ല ഉണ്ട്, ശിക്ഷ മാത്രമേ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാൻ പോകുന്നുള്ളൂ ആണ് അർത്ഥം കേട്ടോ. ശിക്ഷ മാത്രമേ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാൻ പോകുന്നുള്ളൂ, മറ്റൊന്നും നിങ്ങൾക്ക് ഇനി വർദ്ധിപ്പിക്കില്ല. രണ്ട് വാക്ക് പറഞ്ഞാൽ നമുക്ക് ആ രംഗം അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു മനുഷ്യൻ ധിക്കാരിയായി പോവാനുള്ള അടിസ്ഥാന കാരണങ്ങൾ അവനെ വേറൊരാള് വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യം മറന്നുപോയാൽ നമ്മൾ ധിക്കാരിയാവും. എന്നാണ് നമ്മൾ നന്നാവുക? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മുടെ വീട്, നമ്മൾ സിമ്പിളായി പറയാറില്ലേ, നമ്മുടെ വീട് നമ്മൾ എപ്പോഴാ ഒന്ന് നന്നായി വൃത്തിയാക്കാന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് എന്റെയൊക്കെ ആഗ്രഹം 2 ആഴ്ച കൂടുമ്പോൾ ഓരോ വിരുന്നുകാർ വരണം എന്നാണ്. കാരണം പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗം അടിച്ച് വൃത്തിയാക്കി, ഷെൽഫ് വൃത്തിയാക്കി, അത് അവിടുന്ന് ശരിയാക്കി, ആ കിടക്കുന്ന പേപ്പർ അവിടുന്ന് എടുത്തു വെക്ക്, ഈ സഞ്ചി ഇവിടുന്ന് എടുത്തു വെക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കറക്റ്റ് ചെയ്ത് വളരെ വൃത്തിയാക്കി വെക്കും. നമ്മൾ ബിസിനസ് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സില് നമ്മൾക്ക് 2-3 അക്കൗണ്ടുകൾ ഉണ്ടാവൂലേ? ആ അക്കൗണ്ടുകൾ നമ്മൾ പക്കയാക്കിയിട്ടാണ് ഗവൺമെന്റിലേക്ക് കൊടുക്കുക. കാരണം വേറെ ഒരാള് പരിശോധിക്കാനുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മൾ വൃത്തിയുള്ളവരാവുക. നമ്മൾ വീട്ടിൽ തനിച്ച് നമ്മളും നമ്മുടെ കുടുംബവും മാത്രം ഇരിക്കാൻ നോക്കുക. നമ്മളെ ഇരുത്തത്തിൽ, നമ്മുടെ വസ്ത്രദാനത്തിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കോളിംഗ് ബെല്ല് കേട്ടു നോക്കുക. ആദ്യം നമ്മൾ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആരാണെന്ന് ആ ജനലിലൂടെ ഒന്ന് വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും. വേറൊരാളാണെന്നുണ്ടെങ്കിൽ ഷർട്ടിടും രക്ഷിതാവ്, മറ്റവനാണെന്നുണ്ടെങ്കിൽ തട്ടം തരയും, അല്ലേ? എന്താണ് ഈ രൂപത്തിൽ എന്നെ വേറൊരാൾ കാണരുത്, വേറൊരാള് കാണും എന്നറിയുമ്പോഴാണ് നമ്മൾ വൃത്തിയുള്ളവരാവുക. അങ്ങനെ വേറൊരാള് കാണുന്നു എന്നത് ശ്രദ്ധിക്കാത്തതാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന എല്ലാ വൃത്തികേടുകളുടെയും അടിസ്ഥാനം, അല്ലേ? ഇത് ഞാൻ പറയേണ്ട അധികം ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ എറണാകുളത്ത് തന്നെ നിങ്ങൾ നോക്കി, വേറൊരാള് കാണുന്നത് നിനക്കടോ നാണമില്ലേ എന്ന് ചോദിക്കും. അത്ര നാണല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാം. നമ്മളും അങ്ങനെ നമ്മുടെ മക്കളോട് പറയാ, 4 ആള് കാണുന്നത് മാനക്കേടില്ലടാ എന്നാണ്. അപ്പോ അങ്ങനെ ഒരു കണക്ക് പറയണം. അല്ലെങ്കിൽ വേറൊരാളുടെ വിചാരണയെ ഞാൻ അഭിമുഖീകരിക്കണം എന്ന് ശ്രദ്ധിക്കാത്ത ആളുകളാണ് ഈ ലോകത്ത് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ധിക്കാരവും താന്തോന്നിത്വവും വരിക എന്നാണ്. അള്ള പറഞ്ഞത് എന്തറിയോ? അനുനിമിഷം നമ്മുടെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചോൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലെ?
വളരെ കൃത്യമല്ലേ. ഇപ്പൊ നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമറയിൽ നമുക്ക് എല്ലാ സെക്കൻഡ് മൈക്രോ സെക്കൻഡിൽ വരെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾ ഇനി ബാക്കി ഇത് ആലോചിച്ചോളൂ കേട്ടോ. ഞാൻ ഇതിൽ പറഞ്ഞിട്ട് ഇങ്ങനെ സമയം കളയല്ല. അപ്പോ വേറൊരാള് നമ്മളെ കാണുന്നു. വെറുതെ ഒരു തമാശക്ക് ഒരു ഉദാഹരണം എടുത്തു നോക്കി നിങ്ങള്. പിന്നെ കല്യാണത്തിന് വീഡിയോ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാ? ഭക്ഷണം കഴിക്കുമ്പോ എന്താ, നമ്മൾ രണ്ട് വിരലുകൊണ്ടൊക്കെ കുത്തി വളരെ ഭക്തന്മാരായിട്ടാ തിന്നാ. ക്യാമറ വീഡിയോ കൊണ്ട് പോയി നോക്കട്ടെ. ക്യാമറമാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണിക്കല് വേറൊന്നാണ്. ഫോട്ടോ എടുക്കാൻ ഒരു ഒറ്റ സെക്കൻഡ് നിൽക്കുമ്പോ നമ്മുടെ ചിരി എത്ര, നമ്മുടെ ആ ഉരുണ്ട മുഖം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് പിന്നെ കാണിക്കുക. അത് പോയാലും വീണ്ടും നമ്മുടെ സ്വഭാവം അങ്ങനെ. ശരി, ഇന്നഹും ഖാനുല അർജുന ഹിസാബ, വേറൊരു കണക്ക് നോക്കാൻ വേറൊരാളുണ്ട് എന്നത് മറന്നു അല്ലേ? ആ മറന്നതാണ് ധിക്കാരത്തിന്റെ അടിസ്ഥാനം. എന്നാ നമ്മളിത് മറക്കും തോറും എന്താ അറിയോ, ജീവിതത്തിൽ ഓരോരോ അടയാളങ്ങൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കും അല്ലെ? ഓരോ അടയാളങ്ങൾ. ഇവിടുത്തെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ അടയാളങ്ങൾ ഒരു ദുനിയാവിൽ നമ്മൾ കാണുന്നതെല്ലാം അടയാളങ്ങളാണ്. എല്ലാം അടയാളങ്ങളാണ്. അതാണ് വക്കദ്ദബു ബി ആയാത്തിന കിദ്ദാബ എന്ന് പറയുന്നത്. വക്കദ്ദബു ബി ആയാത്തിന കിദ്ദാബ. ആയത്ത്, നമ്മൾ ജനിച്ച് വീണ് നമ്മൾ മരിക്കുന്നത് വരെയുമുള്ള ഓരോന്നും എന്താണ്? ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ശക്തി പകരേണ്ടത്. ആ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അവഗണിച്ചു പോകുമ്പോ ധിക്കാരത്തിലേക്കാണ് പോവുക. ഏതൊക്കെയാണ് ആ ദൃഷ്ടാന്തങ്ങൾ എന്നത് നമ്മളിപ്പം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൃഷ്ടാന്തമാണ്. അതിനവര് തള്ളിക്കളഞ്ഞു. എങ്കിലാണ് കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പഴഞ്ചൊല്ലുണ്ടായത് തന്നെ അങ്ങനെയാണ്. ഈ കണ്ടാലറിയാത്തവൻ, ഈ കണ്ടാൽ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അടയാളങ്ങൾ വരുന്നത്. അത് മറന്നു പോകുന്നതാണ് എല്ലാ അപകടങ്ങളുടെയും നിദാനം. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു, നിഷേധിക്കേണ്ട എന്ത് കർമ്മങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നരകാവകാശി ജീവിതത്തിലെ അവൻ അനുഭവിക്കുന്ന ശിക്ഷയെക്കാളും കടുപ്പമുള്ള ഒരു ശിക്ഷയുടെ വാചകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ എന്ന വാക്കിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതെന്താ അറിയത്തെന്നറിയോ? അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഓപ്പറേഷന് വേണ്ടി പിന്നെ മുന്നിട്ട് ഒരു വന്നു എന്ന് വെക്കുക. നമുക്കൊരു ഓപ്പറേഷൻ ആവശ്യമായി വന്നാൽ നമ്മളോട് പറയാൻ അറിയോ, നിങ്ങൾ ഇപ്പൊ ഓപ്പറേഷൻ നടത്തി നിങ്ങൾക്ക് അതിന് ശേഷം ആശ്വാസം കിട്ടും. ഇപ്പൊ നമുക്കൊരു പിന്നെ ആ സർജറി കഴിഞ്ഞ ആശ്വാസം കിട്ടും അറിഞ്ഞാൽ എത്ര വേദനയും ചെലവും ഉള്ളതാണെങ്കിലും നമ്മൾ അതിന് ഒരുങ്ങും. ഇപ്പോഴേ വേദനിക്കൊണ്ടുള്ളൂ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസമാണ്. ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കണ്ണ് ഇറുക്കി ചിമ്മി ആ ഇഞ്ചക്ഷൻ നടത്തുമ്പോ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്തിനാണ്? ഈ വേദന അനുഭവിച്ചാൽ അടുത്ത സെക്കൻഡിൽ എനിക്ക് ആശ്വാസം വരുമല്ലോ എന്നാണ്. ഇപ്പോഴേ വേദനയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ആശ്വാസ. പക്ഷേ നരകാവകാശികളോട് പറയണ വാക്കെന്തറിയാമോ? എടാ, അനുഭവിച്ചോ. ഇനി നിനക്ക് ശിക്ഷയല്ലാതെ വേറൊന്നുമില്ലടോ എന്ന് പറയുമ്പോ എന്തറിയോ, വേദനക്ക് മേൽ വേദനയാണ്. നമ്മൾ പറയില്ലേ, ശവത്തിൽ കുത്തുക എന്നൊരു മലയാളത്തിൽ വാക്കില്ലേ, എന്നതുപോലെ വീണ്ടും വേദനിപ്പിക്കുന്ന അതിമാരകമായ പടച്ചറബിന്റെ ശൈലിയാണ് ഫദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ എന്നത്. ഇനി സഹോദരങ്ങളെ, ഈ വാക്കുകള് നമുക്ക് വീണ്ടും വരും. ആ സന്ദർഭങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. നോക്കിയേ, അപ്പോ നരകമാർക്കാണ്? നരകം എന്താണ്? അത് മിർസ്വാദാണ്. അതാർക്കാണ്? ത്വായിങ്ങൾക്കാണ്. അവരെത്ര കാലം അതിൽ കിടക്കും? അഹ്കാബുകളോളം കിടക്കും. അവരതിൽ എന്ത് ആസ്വദിക്കൂല? ബർദും ആസ്വദിക്കൂല, ഷറാബും ആസ്വദിക്കൂല. പിന്നെ അവർക്ക് അവിടെ എന്താ കിട്ടുക? ഒക്കെ അറബി കൂടി തന്നെ നോക്കിയേ. അവർക്ക് ഹമീമാണ്, വസാക്കാണ്. ഞാനിതിന്റെ ഒന്നും അർത്ഥം പറയില്ല, അർത്ഥം നമ്മൾ പഠിച്ചു തരാം അല്ലെ? ഞങ്ങൾ അർത്ഥം ഇങ്ങനെ എടുക്കണം കേട്ടോ. അത് ഏത് നിലക്ക് കൊടുക്കുന്നതാണ്? ജസ ആണ്. എങ്ങനെയുള്ള ജസ ആണ്? അനുയോജ്യമായ, ഏറ്റവും ഉചിതമായ പ്രതിഫലമാണ് അത്. അതാണ് വിഫാഖ് എന്ന് പറഞ്ഞാല്.
എന്താണ് അതിന് കാരണം? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ. ആ നിഷേധങ്ങളൊക്കെ എവിടെ? അതൊന്നും മണ്ണിട്ട് മൂടൂലടപ്പാ എന്നാണ് പറയണത്. എല്ലാ സംഗതികളും എഴുതി തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. എന്നിട്ട് അവനോട് പറയാ, അനുഭവിച്ചോ, ശിക്ഷയല്ലാതെ നിനക്ക് മറ്റൊന്നും അനുഭവിക്കാനില്ല എന്നാണ്. സഹോദരങ്ങളെ, ഇനി നമുക്ക് സ്വർഗത്തിലേക്കൊന്ന് പോകാം. നരകം അല്ലാഹു അത്ര ഭീകരമായി പറഞ്ഞു. ഇനി സ്വർഗത്തെക്കുറിച്ചുള്ള 2 വർത്തമാനങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ നരകം എന്താന്ന് പറഞ്ഞല്ലോ. ആർക്കാണ് നരകം എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണ് സ്വർഗം? സ്വർഗം ആർക്കാണ്? എന്തെല്ലാമാണ് സ്വർഗം? എങ്ങനെയുള്ളതാണ് സ്വർഗം? അതിമനോഹരമായ അള്ളാഹുവിന്റെ ഒരു വല്ലാത്തൊരു സൗന്ദര്യമേറിയ വിശദീകരണമാണ് ഇവിടെ ഉള്ളത്. അതും നമുക്കൊന്ന് വായിക്കാം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലിൽ, നിങ്ങളിന്റെ കൂടെ വായിക്കണം കേട്ടോ. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅഅ്നാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ. അതുവരെയാണ് സ്വർഗത്തെ കുറിച്ച് പറയണത് കേട്ടോ. ബാക്കി ലാ യംലികുന മിൻഹു ഖിതാബൊക്കെ വേറൊരു വർത്തമാനമാണ്. അപ്പൊ അതുവരെ ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. നിങ്ങളിന്റെ കൂടെ വായിക്കുക എല്ലാരും. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅഅ്നാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ. ഓക്കെ, ഇതെല്ലാവർക്കും ഓതാൻ കിട്ടുന്നത് തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വായിക്കാം. ഇന്ന, ഇനി അർത്ഥം ശ്രദ്ധിച്ചു നോക്ക് കേട്ടോ. ഇന്ന നിശ്ചയമായും, മുത്തഖി മുത്തഖൂന, അങ്ങനെയാണ്. മുത്തഖി സൂക്ഷ്മത പാലിക്കുന്നവൻ, മുത്തഖൂന സൂക്ഷ്മത പാലിക്കുന്നവർ, സൂക്ഷ്മതയുള്ളവർ, മുത്തഖൂന. ഇവിടെ നമുക്ക് ലി എന്ന വാക്ക് വന്നപ്പോ നമ്മൾ അവിടെ ചേർത്തി വെക്കുന്നത് എങ്ങനെയാണ്? ലിൽ മുത്തഖീന. ലി വന്നത് കൊണ്ടാണ് അവിടെ എന്തായത്? മുത്തഖീന എന്നായത് ട്ടാ. ഇന്ന തീർച്ചയായും, ലിൽ മുത്തഖീന സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്കുള്ളതാണ് മഫാസൻ. മഫാസ്, മഫാസ് എന്ന് പറഞ്ഞാല് വിജയസ്ഥാനം ആണ്, വിജയസ്ഥലം കേട്ടോ. മഫാസ്. ഫാസ എന്നാണ് വാക്ക്. ഒന്ന് എഴുതി നോട്ട് ചെയ്തു വെക്കണേ. ഫാസ വിജയിച്ചു, യഫൂസു വിജയിക്കുന്നു, ഫൗസുൻ, ഫൗസുൻ വിജയം ആണ്. ഫഖദ് ഫാസ ഫൗസൻ അലീമ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വാക്ക് കേട്ടിട്ടില്ലേ? ഫൗസ് വിജയം, മഫാസ് എന്ന് പറഞ്ഞാല് വിജയസ്ഥാനം. അപ്പോ എങ്ങനെ അർത്ഥം പറയും നമ്മള്? നിശ്ചയം മുത്തഖീങ്ങളായ ആളുകൾക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, ഭക്തജനത്തിന് ഒരു വിജയസ്ഥാനമുണ്ട്. എന്തെല്ലാം വിജയസ്ഥാനാണ്? ഹദായിഖ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹദീഖത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ്
ഹദായിഖ്, ഹദീഖത്തുൻ. ഞാൻ ചോദിക്കൂട്ടോ, ഈ ചോദ്യങ്ങളൊക്കെ അതിനാണ് അങ്ങനെ എഴുതുന്നേ, പറയണത്. ഹദീഖത്തുൻ ബഹുവചനമാണ്, ഹദായിഖുൻ. ഹദായിഖ എന്തെല്ലാമുണ്ട്? തോപ്പുകളുണ്ട്. വ അഅ്നാബൻ, അഅ്നാബ് എന്ന വാക്കിന്റെ ഏകവചനം ഐനബുൻ എന്നാണ്. ഐനബ്, അഅ്നാബ്, മുന്തിരി വള്ളികൾ. അപ്പോ അവർക്ക് അവിടെ തോപ്പുകളും തോട്ടങ്ങളും മുന്തിരി വള്ളികളുമുണ്ട്, മുന്തിരി തോപ്പുകളുമുണ്ട്. വകവാഇബ അത്റാബ. ആ വാക്ക് ഒന്ന് നല്ല പോലെ ശ്രദ്ധിക്കണം. നേരെ നിങ്ങള് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. പല തഫ്സീറുകളിലും ഈ ഭാഷാപരമായി കാഇബത്ത് എന്ന വാക്കിന്റെ ബഹുവചനമാണ് കവാഇബ്. എന്താണ് വാക്ക്? പറയൂ. കാഇബത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ബഹുവചനം കവാഇബ്. കാഇബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് മാംസ്ലത ശരീരത്തിൽ തുടിച്ചു വരുന്ന മാദക റാണികൾ എന്ന മലയാളത്തിൽ വാക്കില്ലേ? നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ പഠിപ്പിക്കുമ്പോഴാണ് ഇത് ശരിയാകുക. ഇതിപ്പോ നിങ്ങൾ ആരൊക്കെ ഇപ്പൊ ഇത് കേൾക്കണമെന്ന് ഇപ്പൊ എനിക്കും പറയാനും പറ്റൂലല്ലോ. പക്ഷെ അള്ള പറഞ്ഞത് കൊണ്ട് ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു. സ്തനം തുടിച്ചു വരുന്ന പെൺകുട്ടി എന്നാണ് ആ വാക്കിന്റെ ഒരർത്ഥം കേട്ടോ. ഇരിക്കട്ടെ, ഇൻഷാ അള്ളാ. ഞമ്മ തന്നെ നമ്മൾ കൂടണ്ട. രണ്ടാമത്തത് അത്റാബ് എന്ന് പറഞ്ഞാൽ ആ കാഹിബത്തിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. എങ്ങനെയാ? അത്റാബ് എന്ന് പറഞ്ഞാൽ സമപ്രായമുള്ള. ഇത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാം നിങ്ങൾ, അതുകൊണ്ട് ബേജാറാവൊന്നും വേണ്ട. അർത്ഥത്തില് ഏറ്റവും മനഃശാസ്ത്രപരമായ ഒരു രീതിയാണ് അള്ളാഹ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുത്താൽ അതിമനോഹരമായി മനസ്സിലാക്കുന്ന ശൈലിയാണ് സമപ്രായക്കാരെന്ന് പറയുന്നത്. പറഞ്ഞുതരാം ഇൻഷാ അള്ളാ. അപ്പോ സമപ്രായക്കാരായ മാദകത്തിടമ്പുകളും വയസ്സൊത്ത മാദക റാണികളും തോട്ടങ്ങളും മുന്തിരിവള്ളികളും ഉൾക്കൊള്ളുന്ന ഒരു വിജയസ്ഥാനമുണ്ട് ഭക്തജനങ്ങൾക്ക്. എന്നിട്ടോ പിന്നെന്തൊക്കെ പറഞ്ഞറിയോ? എന്ന് പറഞ്ഞാല് നമ്മൾ ചഷകം എന്ന് പറയില്ലേ, കള്ള് നിറച്ച് വെക്കുന്ന പാത്രങ്ങൾക്കാണ് ഇവിടെ കെസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എങ്ങനത്തെ? ദിഹാഖൻ, നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന, എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന എന്ന് പറയുന്നത്. മനഃശാസ്ത്രപരമായി അങ്ങേയറ്റത്തെ നമ്മളെ മനസ്സിന് മനസ്സിന് ഇണങ്ങുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ശൈലിയാണല്ലോ ഈ പറയണത്. നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ചഷകങ്ങളും വയസ്സൊത്ത മാദകത്തിടമ്പുകളും തോട്ടങ്ങളും മുന്തിരിവള്ളികളും ഉൾക്കൊള്ളുന്ന, ഇനി ഒന്നും കൂടി ഉണ്ട് അവിടെ, ഉൾക്കൊള്ളുന്ന വിജയസ്ഥാനമാണ് നിശ്ചയം ഭക്തജനത്തിനുള്ളത്. ലാ യസ്മഊന, അവര് സമിഅ, വാക്ക് തുടങ്ങുന്ന ഇങ്ങനെ നോക്ക്. സമിഅ കേട്ടു, യസ്മഉ കേൾക്കുന്നു, യസ്മഊന അവർ കേൾക്കുന്നു, ലാ യസ്മഊന അവര് കേൾക്കുന്നതല്ല, അവര് കേൾക്കുകയില്ല. ലാ യസ്മഊന ഫീഹാ, ആ മഫാസിൽ വെച്ച്, ആ സ്വർഗ പൂങ്കാവനത്തിൽ വെച്ച്, വിജയ സ്ഥലത്ത് വെച്ച് അവര് കേൾക്കില്ല. ലഗ്വൻ, ലഗ്വ് എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, അർത്ഥശൂന്യമായ വർത്തമാനങ്ങൾക്കാണ് അറബിയിൽ ലഗ്വ് എന്ന് പറയാം. അതൊരു ഭയങ്കര സംഗതിയാട്ടോ. ഈ അർത്ഥശൂന്യമായ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പുകിലുകളുണ്ട്.
അസ്വസ്ഥതകളുണ്ട്. അത് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ. അത് ഞാൻ അവിടെ എത്തുമ്പോ ഒന്ന് പറഞ്ഞേരേ, നിങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. അപ്പോ അനാവശ്യ വർത്തമാനമോ വലാഖിദാബൻ കളവ് നിറഞ്ഞ വ്യാജ വാർത്തകളോ അവർ അവിടെ കേൾക്കുകയില്ല. പിന്നെന്തൊക്കെയാണ് അവർ? ഇതെന്താണ് സാധനം അറിയുന്നത്? ജസാഅൻ, ഒരു പ്രതിഫലമാണ്. ആർക്കുള്ള പ്രതിഫലം? ആരിൽ നിന്നുള്ള പ്രതിഫലം? മിൻ റബ്ബിക, നിന്റെ റബ്ബുൻ രക്ഷിതാവ്, റബ്ബുക നിന്റെ റബ്ബ്, മിർ റബ്ബിക നിന്റെ റബ്ബിൽ നിന്ന്, നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു പ്രതിഫലവും. പിന്നൊന്നും കൂടിയാണ് അത്വാഅൻ ഹിസാബൻ. അത്വാ എന്ന് പറഞ്ഞ നേരെ അർത്ഥം ഔദാര്യം എന്നാണ് ആ വാക്കിന് അർത്ഥം കേട്ടോ. അത്താ എന്ന് പറഞ്ഞ ദാനം, ഔദാര്യം എന്നാണ്. സമ്മാനം എന്ന് നമ്മൾ പറയും. ആഴ്ത്വ എന്നുള്ള വാക്കുന്നാണ് അത് ഉണ്ടായത്. സമ്മാനം, ഔദാര്യം. എങ്ങനത്തെ? ഹിസാബൻ, കണക്കൊത്ത, മൂല്യവത്തായ മതിയായ ഔദാര്യമാണത്. ഇനി ആരാ തരുന്നത്? നിന്റെ റബ്ബ് എന്ന് പറഞ്ഞില്ലേ, ആ റബ്ബ് എങ്ങനെയുള്ളവനാണെന്നറിയോ? റബ്ബി, അവന്റെ ഒരു രക്ഷിതാവാണ്. ആരുടെ രക്ഷിതാവ്? അസ്സമാവാത്തി, ആകാശങ്ങളുടെ ഉടമസ്ഥനാണ്. വല്ലർലി, ഭൂമിയുടെയും, ആകാശഭൂമികളുടെ രക്ഷിതാവാണ്. കഴിഞ്ഞില്ല. വമാ ബൈനഹുമ, അവ രണ്ടിന്, ബൈന ഇടയിൽ, ബൈനഹുമ അവ രണ്ടിനിടയിൽ. ഏത്? ആകാശങ്ങൾക്കും ഭൂമികൾക്കും. വമാ ബൈനഹുമ അവ രണ്ടിനിടയിലുള്ള സകല വസ്തുക്കളുടെയും ഉടയവനായവൻ ആരാണോ അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ എങ്ങനെയുള്ളവനാണ്? അർ-റഹ്മാൻ, അവൻ പരമദയാലുവാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞറിയോ? ആകാശങ്ങളുടെ ഭൂമിയുടെ അവ രണ്ടിനിടയിലുള്ള സകല വസ്തുക്കളുടെയും ഉടയവനാരാണോ പരമദയാലുവായ ആ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കണക്കൊത്ത ഒരു സമ്മാനമാണ്. നിന്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണ് സ്വർഗമെന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? അവിടെ ഒരു കെട്ട വർത്തമാനം കേൾക്കൂല, അവിടെ കള്ളങ്ങളോ കേൾക്കൂല. നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന പതഞ്ഞ പാനപാത്രങ്ങളുണ്ട് അവിടെ. വയസ്വത്ത മാദകത്തിടമ്പുകളുണ്ടവിടെ. തോട്ടങ്ങളും മുന്തിരിവള്ളികളും ഉൾക്കൊള്ളുന്ന ഇതാണത്. ഇത് ഭക്തജനങ്ങളുടെ വിജയസ്ഥാനമാണ്. പ്രിയരെ, സ്വർഗത്തെ കുറിച്ച് അള്ള ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇൻഷാ അള്ളാ കുറച്ച് ദിവസമായിട്ട് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വേണം. വിശദീകരിക്കാതെ ഇത് പോയാലും മനസ്സിലാവില്ല. നമുക്കൊരു ചെറിയൊരു വിശദീകരണത്തിന് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു സമ്മാനം, നമ്മളൊരു അവാർഡ് വാങ്ങിക്കാൻ നോക്കുക. നമുക്ക് നമ്മുടെ കാക്കനാട് നമ്മളൊരു സംഗതിയിൽ ജയിച്ചു. അവാർഡ് തരുന്നത് അവിടുത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ നമുക്ക് ചെയർപേഴ്സൺ ആണ് നമുക്ക് സമ്മാനം തരുന്നത്. അവിടുത്തെ ടൗൺ ഹാളിലാണ് പരിപാടി. അപ്പൊ അതൊരു ചെറിയ പരിപാടി അല്ലേ? ഇനി ഇതേ സമ്മാനം നമുക്ക് തരുന്നത് അവിടുത്തെ MLA ആണെങ്കിലോ, അതേ സമ്മാനം നമുക്ക് തരുന്നത് പിന്നെ നിങ്ങൾ അവിടുന്ന് എറണാകുളത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രി ആണെങ്കിലോ, അതേ സമ്മാനം നമുക്ക് തരുന്നത് ആരാണ് തരുന്നത്? മുഖ്യമന്ത്രിയിൽ നിന്നാണ് വാങ്ങണമെന്ന് നോക്കുക. ഇനി ഇതേ സമ്മാനം അവാർഡ് തരുന്നതിന് വേണ്ടി നമ്മളെവിടേക്ക് ക്ഷണിച്ച്? പാർലമെന്റ് മന്ദിരത്തിലേക്ക്.
ഡൽഹിയിലേക്ക് ക്ഷണിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ദർബാറിലേക്ക് നമ്മളെ ക്ഷണിച്ചു. ഇതേ സമ്മാനം തരുന്നത്. ഇതേ സമ്മാനം തരാൻ വേണ്ടിയിട്ട് നമ്മളെ UN ആസ്ഥാനത്തേക്ക് നമ്മളെ വിളിച്ചു. ഇതിനൊക്കെ പത്രത്തിൽ വരുന്ന ആ വ്യത്യാസങ്ങളൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. ഇതിന് ഏതിനാ കവറേജ് ഉള്ളത്? ഓക്കെ അല്ലേ? ഒരേ സാധനം വാങ്ങണം നിങ്ങൾ വെച്ചോളൂ. ഇനി ആ ആ നിലക്ക് അള്ള ഇങ്ങനെ പറഞ്ഞത്, അള്ള സമ്മാനം തരിക. അള്ള ആരാ എന്ന് പറയുന്നതിന്റെ മുമ്പ് അള്ള തരുന്ന സമ്മാനത്തെ കുറിച്ച് അള്ള ഒന്ന് പറഞ്ഞോട്ടോ. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇനി ആലോചിക്കണം കേട്ടോ. ഇതിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ ജസാമിർ റബ്ബിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ബാക്കി പിന്നെ പർഷം പറഞ്ഞതറിയോ? ഈ തരുന്നവൻ ആരാന്നറിയാമോ? UN ജനറൽ സെക്രട്ടറി അല്ല, ഐക്യരാഷ്ട്രസഭയുടെ ദർബാറിൽ വെച്ചല്ല നിങ്ങൾക്ക് ഇത് തരുന്നത്. ഇത് തരുന്നവൻ ആരാണ്? ആകാശഭൂമികളുടെ അഥവാ ഈ മണ്ണും വിണ്ണും ലോകമഖിലം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബായ റബ്ബ് അല്ലേ? പടച്ചവൻ. എങ്ങനെയുള്ള പടച്ചവനാണ്? നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ മനോഹാരിത. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ വായിച്ചു പഠിക്കേണ്ടത്. എങ്ങനെയുള്ള പടച്ചവനാണ്? അവൻ ക്രൂരനല്ലല്ലോ. അവന് ഇങ്ങനെ കലിയടക്കാൻ കഴിയാത്തവനല്ലല്ലോ. അവനാരാണ്? അവൻ പരമദയാലുവാണ്. അവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. അവൻ വഴിവിട്ട് ജീവിക്കുന്നവർക്കും വഴിപെടാതെ ജീവിക്കുന്നവർക്കും ഒരുപോലെ കാരുണ്യം, സ്നേഹം ചൊരിയുന്നവനാണ്. ആ പരമദയാലുവായ റബ്ബ്, ആ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുന്നുവെങ്കിൽ ആ സമ്മാനത്തെ സങ്കൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് അതാഅൻ ഹിസാബ എന്ന് പറഞ്ഞ. നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ചോളി. ആ പടച്ചോനെ നമുക്ക് തരുന്നത്. നിങ്ങൾ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ഏതെങ്കിലും ഒരു സമ്മാനം, ഒരു അവാർഡല്ല. ഈ അവാർഡ് തരുന്നവൻ റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ എന്ന് കഴിഞ്ഞിട്ട് അള്ളാന്റെ വിശേഷണം പറഞ്ഞതറിയാമോ? അർ-റഹ്മാൻ. അതാണ് ഇതിന്റെ ഏറ്റവും മഹത്വം. ബാക്കി നിങ്ങൾ ആലോചിക്കണേ. എന്നിട്ട് പടച്ചോൻ പറഞ്ഞ് ജസാമിർ റബ്ബിക. നമ്മൾ അതിലേക്ക് ഇങ്ങനെ വരിക. ആ വരുന്നിടത്ത് നിങ്ങൾ നോക്കിയേ, ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ വാക്കറിയോ? ഹദീഖത്ത് ഹദീഖത്ത് എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അറിയുന്നത് പോലെ തോട്ടം എന്നാണ്. അറബിയിൽ തോട്ടത്തിന് വേറെ ജന്നത്തുൻ എന്ന് ഉപയോഗിക്കാം. ഈ ഹദീഖത്ത് എന്ന് പറയുന്നത് വേറൊരു വാക്കിലേക്ക് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഹദീഖത്തുൽ ഹയവാനാത്ത്, അപ്പൊ എന്തറിയാം, അത് സൂ ആയി, മൃഗശാല എന്ന അർത്ഥത്തിൽ വന്നു. എല്ലാതിലേക്കും ചേർക്കാൻ പറ്റുന്നതാണ് ഈ ഹദീഖത്ത് എന്നുള്ള വാക്ക്. അപ്പൊ ഇനി ഹദീഖത്ത് ഞാൻ ഒരു ഭാഗത്ത് വജന്നാത്തിൻ അൽഫാഫ, അവിടെയാണ് നമ്മൾ ആ വാക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ പലതരം പിന്നെ മരങ്ങളും തോട്ടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രമ്യഹർമ്മങ്ങള്, പൂങ്കാവനങ്ങള്, പൂന്തോട്ടങ്ങള്, എന്തൊക്കെ നിങ്ങൾക്ക് ഇനി അതിനൊക്കെ അർത്ഥം കൊടുക്കാൻ കഴിയോ? അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഏത്? ഹദീഖത്ത് എന്ന വാക്ക്. അങ്ങനത്തെ പൂങ്കാവനങ്ങളാണ്. പിന്നെ ഐനബൻ, നോക്കിയേ, പഴങ്ങളുടെ രാജാവ് ആരാന്നറിയോ? പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് മുന്തിരി തന്നെയാണ്. ഈ തലമുറക്കറിയോന്ന് എനിക്കറിയില്ല. ഒരു 30-35 കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഈ ആളുകളുണ്ടല്ലോ, നമ്മൾ ഏത് നാട്ടിലേക്ക് വിരുന്നു പോവുകയാണെന്നുണ്ടെങ്കിലും 1/2 കിലോ മുന്തിരി വാങ്ങിയിട്ടാ പോവുക. അന്ന് പഴങ്ങളുടെ രാജാവ് മുന്തിരിയായിരുന്നു. ഇന്ന് നമ്മൾ മുന്തിരി തിന്നാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതിന് മാത്രം വിഷം പുരട്ടിയിട്ടാണ് ഇന്ന് ആ പഴം വരുന്നത് കൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നത്. അല്ലെങ്കിലും പഴങ്ങളിൽ രാജാവ് ആരാ? മുന്തിരി തന്നെ. അതുകൊണ്ട് പടച്ചോൻ എന്തറിയോ, അവർക്കറിയണ പിന്നെ ഒരു പഴം എടുത്തിട്ട് മുന്തിരിച്ചാറ് എന്നൊക്കെ പറഞ്ഞാൽ അറബികൾക്ക് എളുപ്പം ഓടും, നമുക്ക് അതിനേക്കാൾ ഓടും. ഉത്തരേന്ത്യയിലൊക്കെ മുന്തിരി തോപ്പുകളിലേക്ക് ഇങ്ങനെ ചെന്നാൽ എത്ര കണ്ടാലും മതി വരാത്തതാണത്. അത് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ കാഴ്ച കണ്ടവരുമായിരിക്കും, ആലോചിക്കാൻ ശേഷിയുള്ളവരായിരിക്കും. ഞാൻ ആ വഴി അങ്ങ് തുറന്നു തന്നു. അപ്പോ പൂങ്കാവനങ്ങളിലേക്ക്, പൂന്തോപ്പുകളിലേക്ക് നമ്മളെ കടത്തിവിട്ടു. അവിടെ പഴത്തിന്റെ ഒരു രാജാവിനെ
നമുക്ക് പറഞ്ഞു തന്ന്. പിന്നെ നമ്മൾ ഒറ്റക്കൊന്നും എവിടേക്കും ടൂറ് പോകൂലെന്ന്. നിങ്ങൾ ഒറ്റക്ക് എവിടേക്കെങ്കിലും ഒക്കെ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഊട്ടിക്കോ മൈസൂർക്കോ യാത്ര പോയി നോക്കുക. പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തറിയോ, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക പോയിട്ടുണ്ടെങ്കിൽ അന്തല്ലാതെ ഇങ്ങനെ നടക്കും. എന്നിട്ട് വേറെ കുടുംബത്തിനെ കണ്ടാല് ആ കുടുംബത്തിനെ ഇങ്ങനെ നോക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ ചിന്തിക്കും, പഠിച്ചോനെ എനിക്കും മറ്റോടെയും കൂടിയും കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു, ഒറ്റക്ക് എന്ത് ശല്യത്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് തോന്നും. അല്ലേ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പഴം കിട്ടിയാൽ, ഒരു വിഭവം കിട്ടിയാൽ ആദ്യം കൊടുക്കാൻ തോന്നുക ആർക്കാ? ഞാനൊന്ന് വേറൊന്നും കൂടി ചോദിക്കട്ടെ, നമ്മുടെ മനസ്സെവിടെ? അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അത്രേ പറയണുള്ളൂ. ഈ സമപ്രായക്കാരായ തരുണീമണികൾ എന്തിനെ അള്ള ഉപയോഗിച്ചിട്ടുണ്ടാകുക? ഈ ആണാവട്ടെ പെണ്ണാവട്ടെ, പിന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇണ എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോ ഒരു 45 വയസ്സുള്ള പുരുഷനും 15 വയസ്സുള്ള ഒരു പെണ്ണുമാണ് ഇണകളായി വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ ആലോചിച്ച് നോക്ക്. ഈ പെൺകുട്ടി ഈ 45-കാരന്റെ കൂടെ മാനസികമായി ഇണങ്ങി വരണമെങ്കിൽ കുറച്ച് ടൈം, ഒരു ചെറിയ ഡ്യൂറേഷൻ വേണം. വേണ്ടേ? ഇനി 40 വയസ്സുള്ള ഒരു താത്തയും ഒരു 15 വയസ്സുള്ള ഒരു ചെക്കനുമാണ് ഇണകളായി വരുന്നതെന്നുണ്ടെങ്കിൽ പത്രത്തിലൊക്കെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടെ കാണുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കും, പടച്ചോനെ ആ പെമ്പറന്നോള് എന്ത് പണിയാ കാട്ടിന്നാണ് വെക്കുക. അല്ലെ? ഈ ചെക്കന് ഈ ചേച്ചിയായിട്ട് ഈ താത്തയായിട്ട് ലയിച്ച് ചേരണമെങ്കിൽ ചെറിയൊരു സമയം പിടിക്കും. പക്ഷേ ഒരു 20 വയസ്സുള്ള ആണും ഒരു 19 വയസ്സുള്ള പെണ്ണുമാണെന്നുണ്ടെങ്കിൽ അവര് മാനസികമായിട്ട് ഇണകളായി തീരാൻ, ജോഡികളാകാൻ ഏതാനും നിമിഷം മതി. അതുകൊണ്ടാണല്ലോ പുതിയ തലമുറയിലെ അവര് കല്യാണത്തിന് ഇണകളെ തെരഞ്ഞെടുക്കുമ്പോ എടാപോടാ ബന്ധമാണ് ഈ കാലത്തിലെ മക്കൾ എന്ന് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ 10 വയസ്സിന്റെയും 15 വയസ്സിന്റെയും ഒക്കെ വ്യത്യാസം വരുമ്പോ ആ വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു കീഴ്പ്പെടലാണ് ഉണ്ടാവുക. ഇവിടെ കീഴ്പ്പെടലല്ല ഉണ്ടാവുക, ഇവിടെ ഒന്നിച്ച് ചേരലാണ് ഉണ്ടാവുക. അള്ള ഉപയോഗിച്ച മനഃശാസ്ത്രത്തിന്റെ അങ്ങേ അറ്റത്തെ പുതിയ മോഡലുകളാണ് ആ പറഞ്ഞു തന്നത്. ബാക്കി നിങ്ങൾ ആലോചിച്ചോളി. എനിക്ക് അത്രേ പറഞ്ഞു തരാൻ അറിയുള്ളൂ. എന്നെക്കാളും കൂടുതൽ ആലോചിക്കുന്ന ആളുകളാണല്ലോ. കവാഇബാത്രബ. എന്തേലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ക്ലാസ്സിൽ ആലോചിക്കും ചെയ്യാം ഇൻഷാ അള്ളാഹ്. പിന്നെ വക്കസന്ദിഹാക്ക എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ നിരന്തരം നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്? അത് വല്ലാത്തൊരു മനഃശാസ്ത്ര. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, അത് കുറഞ്ഞിങ്ങനെ വരും. എന്തെങ്കിലും കുറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഇപ്പൊ നമ്മളെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് വെക്കുക. നമ്മളൊരു ചികിത്സക്ക് വേണ്ടിയിട്ട് അത് അതിൽ നിന്നൊരു 5 ലക്ഷം എടുത്തു. ഇനി എനിക്ക് ആകെ പടച്ചോനെ ആകെ എന്റെ കയ്യിൽ 5 ലക്ഷമേ ഉള്ളൂ. ഈ ഉള്ള മുതലിങ്ങനെ തീരുന്നു എന്നറിയുമ്പോ നമുക്ക് പേടി കൂടും. നമ്മുടെ ആയുസ് ഇങ്ങനെ കൂടുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, പ്രായം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണത്തോട് നമ്മൾ ഇങ്ങനെ അടുക്കണു എന്ന് പറഞ്ഞാൽ അതൊരു പേടിയാണ്. അല്ലെ? എന്റെ കഴിഞ്ഞു, എന്നിട്ട് എന്റെ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോഴൊക്കെ എന്താവും അറിയോ, നിങ്ങളുടെ പാത്രത്തിലേക്ക് ഞാൻ നോക്കും, മറ്റോന്റെ കഴിഞ്ഞിട്ടില്ല, എന്റെ കഴിയാനായി, ഇനി എന്താ ചെയ്യാന്നാണ്. അല്ലെ? എങ്കിൽ അവിടെ കഴിയുക കുറയുക എന്ന് പറഞ്ഞ ഒരു സമീപനമേ ഇല്ല. എപ്പോഴും യുവത്വമാണ്, യൗവനമാണ്, എല്ലാം നിറഞ്ഞു നിൽക്കലാണ്. കഴിയുക കുറയുക എന്ന് പറയുന്നില്ല. അതാണ് നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന. ബാക്കി ആലോചിക്കുകയും ഇനി പറഞ്ഞത് വേറൊന്നു കൂടിയാണ്. അത് ലായസ്മഹൂന ഫീഹ ലഹ്വൻ വലാ കിദ്ദാബ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ദിവസം നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് തുടങ്ങാട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങളോട്. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, പടച്ചോനെ മറ്റേ നരകണ്ടല്ലോ പ്രിയരെ, അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നരകം താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ രമ്യഹർമ്മങ്ങള്, പൂങ്കാവനങ്ങള്, പൂന്തോപ്പുകളും സ്വർഗപ്പൂങ്കാവനം കിട്ടാൻ മാത്രം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതിന് മാത്രം അമലും നമ്മൾ ചെയ്തിട്ടില്ല. അള്ളഹാനോട് എന്നും രാവിലെയും വൈകുന്നേരവും തേടണം. എന്ത്? നരകത്തുനിന്ന് കാവലിനെ ചോദിക്കണം. സ്വർഗം നമ്മൾ ചോദിക്കണം അള്ളാഹുവോട്. സ്വർഗം ആവശ്യപ്പെടണം.
നരകത്തു നിന്നുള്ള കാവൽ അള്ളാഹുവോട് ചോദിക്കണം. അല്ലാഹുമാജിർനി മിനന്നാർ, അല്ലാഹുമാജിർനി മിനന്നാർ, അല്ലാഹുമാജിർനി മിനന്നാർ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എല്ലാ ദിവസവും രാവിലെ 3 വട്ടം, വൈകുന്നേരവും 3 വട്ടം ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോ എന്തറിയോ, ആ ചോദ്യം നരകം അവിടെ നമ്മളോട് പറയും, പടച്ചോനെ ഇവൻ എന്നിൽ നിന്ന് രക്ഷ നിന്നോട് ചോദിച്ചിട്ടുണ്ട് ട്ടോ എന്നും കൂടി പറഞ്ഞ് നമുക്ക് ശഫാഅത്ത് നടത്തും. അതുകൊണ്ട് ഒരുങ്ങണം നമ്മൾ ധിക്കാരികളാവരുത്. ധിക്കാരികളാവും എപ്പോഴാ? വേറൊരാളിന്റെ പണി കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഇവിടെ അള്ളാഹ് അതിന്റെ എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുക്കുന്നതിനെല്ലാം കണക്കൊരു ഭാഗത്ത് കൊടുക്കണം. എന്നിട്ടോ തഖ്വ എന്ന് പറയുന്നത് തെറ്റിനെ സൂക്ഷിക്കലാണ്. സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുമാറാവട്ടെ. നരകത്തിൽ നിന്ന് പടച്ചവൻ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും ഉമ്മത്തിനും ഒക്കെ കാവലിനെ തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തെറ്റ് വരാതിരിക്കാൻ പടച്ചോ നമുക്ക് തൗഫീക്ക് തന്ന് നമ്മവൻ തുണക്കുമാറാവട്ടെ. ഓതണം എന്നുണ്ട്, ഇൻഷാ അല്ലാ ഓതാം. നിങ്ങളെല്ലാരും ഓതണം. 2-3 ചോദ്യങ്ങൾ, ഞാൻ നാളെ ഒരു യാത്ര ഉണ്ട്, എന്നാലും ഒന്ന് ചോദ്യങ്ങൾ എഴുതി വിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നും കൂടി ആവശ്യപ്പെടുന്നു. അള്ളാഹു തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.